സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഉണ്ടായില്ല നമ്മളിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പുതിയതായിട്ട് ഇറങ്ങിയ മോട്ടോയുടെ പാഡ് 60 പ്രോ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റിനെ കുറിച്ചാണ്. സോ അണ്ടർ 30K ഇറങ്ങിയ ഒരു ടാബ്ലറ്റ് ആണ് പുതിയതായിട്ട് വന്നത്. അതിന്റെ കൂടെ തന്നെ മോട്ടോയുടെ പുതിയ ലാപ്ടോപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് വേറെ ദിവസം വീഡിയോ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിനെക്കുറിച്ച് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസൈൻ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മേളിൽ കാണുന്നതാണ് ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു അത്യാവശ്യം നല്ലൊരു ഡിസൈൻ തന്നെയാണ് വരുന്നത്. 6.9 mm ആണ് തിക്നെസ് വരുന്നത്. ഇത് 620 ഗ്രാം വെയിറ്റും വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് ഒരു ഗുണം എന്ന് പറഞ്ഞാൽ സ്റ്റൈലസ് നമുക്ക് ബണ്ടിൽഡ് ആയിട്ട് ഇതിന്റെ കൂടെ തന്നെ കിട്ടും. എക്സ്ട്രാ പൈസ ഒന്നും മുടക്കണ്ട. അപ്പോൾ അത് വെക്കാനായിട്ട് നമുക്ക് സൈഡിൽ മാഗ്നറ്റ് ആയിട്ട് വെക്കാൻ പറ്റും. പിന്നെ ആ സ്റ്റൈലസ് ചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് സൈഡിൽ മാഗ്നറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിൽ നമ്മൾ സൈഡിൽ വെക്കത്തില്ലേ, നമ്മൾ ആപ്പിളിന്റെ ഐപാഡ് പോലെ നല്ല ചാർജ് ആക്കുന്നത് എക്സ്ട്രാ ടൈറ്റ് സ്വിച്ച് തന്നെ നമ്മൾ ചാർജ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെയാണ് വരുന്നത്. സോ നമ്മൾ ഡിസ്പ്ലേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 12.7 ഇഞ്ചിന്റെ ഒരു 3K 144 ഹെർട്സ് LTPS IPS ഡിസ്പ്ലേ ആണ് വരുന്നത്. 400 നിറ്റ്സ് ആണ് പീക്ക് ബ്രൈറ്റ്നസ്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ HDR സപ്പോർട്ട് നമുക്ക് ഇപ്പോൾ OTT പ്ലാറ്റ്ഫോംസിൽ ഇപ്പോൾ അവൈലബിൾ അല്ല. പക്ഷേ അപ്ഡേറ്റ്സ് എന്തായാലും കിട്ടും. കണ്ടന്റ് കൺസംഷനൊക്കെ അടിപൊളിയായിട്ടുള്ള ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ അടിപൊളിയാണ്. ക്വാഡ് സ്പീക്കേഴ്സ് ആണ് വരുന്നത്. JBL ട്യൂൺഡ് ആണ്. പിന്നെ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അടിപൊളിയാണ്. കണ്ടന്റ് കൺസംഷൻ ഒക്കെ അടിപൊളിയായിരിക്കും. യൂട്യൂബ് വീഡിയോ കാണലും നമുക്ക് നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം ഒക്കെ അടിപൊളി തന്നെയായിരിക്കും. പക്ഷേ ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ പെർഫോമൻസിനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ കിട്ടുന്നത് ഒരു MediaTek Dimensity 8300 ആണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫുൾ ഫ്ലെജ്ഡ് 8300 അല്ല. അതിന് കാര്യമുണ്ട്, ഞാൻ പറയാം. ഇതിന് സ്പെക്ക് ആണ് കൊടുത്തിട്ടുണ്ട്, കോഴ്സിന്റെ സ്പീഡും കാര്യങ്ങളൊക്കെ. ഇവിടെ നമുക്ക് മാലി G615 MC5 GPU ആണ്. സാധാരണ നമ്മുടെ ഒരു Dimensity 8300 എന്ന് പറഞ്ഞാൽ മാലി G615 MC6 GPU ആണ്. ഇവിടെ GPUയിൽ ഒരു കോർ കുറച്ചിട്ടുണ്ട്, MC5 ആയിട്ടുണ്ട്. സോ അതിൽ കുറവ് തന്നെയാണ്, കാരണം ആന്റിറ്റി സ്കോറിൽ ശരിക്കും റിഫ്ലക്റ്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് മൈക്രോ SD കാർഡ് സ്ലോട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. 1 TB എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. LPDDR5X RAM ആണ് എല്ലാ വേരിയന്റിലും വരുന്നത്. പിന്നെ സ്റ്റോറേജിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. 128 GB UFS 3.1 256 GB UFS 4.0 ആണ് വരുന്നത്. സോ ആന്റിറ്റി സ്കോർ നമ്മൾ നോക്കുവാണെങ്കിൽ 11,66,787 ആണ്. CPU 2,63,555. GPU 3,46,479. സോ 3,46,000 വരുന്നുള്ളത്. നമുക്ക് 6 കോർ GPU വരുന്ന മോഡലൊക്കെ 4 ലക്ഷം ആ റേഞ്ചൊക്കെ വരുന്നുണ്ട്. 4,90,000 5 ലക്ഷത്തൊക്കെ കയറുന്നൊരു ചിപ്പ് സെറ്റ് ആണ് ശരിക്കും പറഞ്ഞ Dimensity 8300. ഇവരൊരു പ്രൈസ് കട്ടിങ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതാരും പറയുന്നില്ല. നിങ്ങൾ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. MC5 എന്നാണ് കൊടുത്തേക്കുന്നത്. OSന്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹലോ UI ആണ് വരുന്നത്. 2 വാട്ട്സ് ആണ് അപ്ഡേറ്റും 4 വാട്ട്സ് സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് വരുന്നത്. പക്ഷെ ഇപ്പോഴും ഇവർ Android 14 ആണ് കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇനി 15 16 കിട്ടത്തുള്ളൂ. സോ അതിൽ കുറവ് തന്നെ ആയിപ്പോയി. Android 15 കൊടുക്കേണ്ടതായിരുന്നു. നെക്സ്റ്റ് ക്യാമറ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ക്യാമറയെ കുറിച്ച് വലിയതൊന്നുമില്ല, കാരണം അത് ടാബ്ലറ്റ് ആണ്. നമുക്ക് ആകെ ഒരു ചെറുതായിട്ട് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഡോക്യുമെന്റ് സ്കാൻ ചെയ്യാനൊക്കെ ആയിരിക്കും. 13 മെഗാപിക്സൽ ഒരു പ്രൈമറി സെൻസർ ആണ് വരുന്നത്. 4K 30 FPS മാക്സിമം. പിന്നെ 8 മെഗാപിക്സൽ സെൽഫി, 1080p 30 FPS. ഒരു ആവറേജ് ക്യാമറ ഒക്കെ തന്നെയാണ് വരുന്നത്. ബാറ്ററി നമ്മൾ പറയുകയാണെങ്കിൽ ആനമണ്ടം ബാറ്ററിയാണ് വരുന്നത്. 1200 mAh ബാറ്ററിയാണ് വരുന്നത്. 68 വാട്ട് ചാർജർ നമുക്ക് 68 വാട്ട് ചാർജർ നമുക്ക് ബോക്സിൽ കിട്ടും. പക്ഷെ 45 വാട്ടേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. ഒരു 1.25-2 മണിക്കൂറൊക്കെ അടുത്താവും ഫുൾ ചാർജ് ആവണമെങ്കിൽ. പക്ഷെ ഇത്ര ലാദർ ബാറ്ററി നമുക്ക് കിട്ടുന്നുണ്ട്. സോ അടിപൊളി തന്നെയായിരിക്കും ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ. കണക്ടിവിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ അടിപൊളി തന്നെയാണ്. Wi-Fi 6 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Bluetooth 5.3 ആണ് വരുന്നത്. നമുക്കിവിടെ USB Type-C 3.2 Gen 1 ആണ് വിത്ത് ഡിസ്പ്ലേ ഔട്ട് വരുന്നുണ്ട്. പിന്നെ SD കാർഡ് സ്ലോട്ടും വരുന്നുണ്ട്. സോ ഡിസ്പ്ലേ ഔട്ടും കിട്ടുന്നുണ്ട്, കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. USB Type-C 3.2 Gen 1 ആണ് വരുന്നത്. സോ നമുക്ക് PC മോണിറ്ററോടെ കണക്ട് ചെയ്യാൻ പറ്റും, ഒരു ഡിസ്പ്ലേ ഔട്ട് കൊടുക്കാം. പ്രൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ 2 പേരിലാണ്. 8GB 128 27,000 രൂപയും 12GB 256 29,000 രൂപയാണ് പ്രൈസ് കഴിഞ്ഞിട്ട് ടാബ്ലറ്റിന്റെ. ഈ പ്രൈസിന് നമുക്ക് Xiaomi Pad 7 കിട്ടും. അവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ബെറ്റർ ഡിസ്പ്ലേ അവിടെ വരുന്നുണ്ട്, കാരണം 3.2K ആണ് വരുന്നത്. പിന്നെ ഹയർ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. 12-bit ഡിസ്പ്ലേ എങ്ങാണ്ടാണ് വരുന്നത്. പിന്നെ സ്നാപ്ഡ്രാഗൺ 7+ Gen 3 ആണ് അവിടെ വരുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ അപ്ഗ്രേഡ് വരുന്നുണ്ട്. ഒരു 1000 രൂപ ഡിഫറൻസ് ആണ് വരുന്നത്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 28,000 രൂപയ്ക്കാണ്. സോ അത് വെച്ച് നോക്കുവാണെങ്കിൽ പെർഫോമൻസ് വൈസ് ബെറ്റർ, ഡിസ്പ്ലേ വൈസ് ബെറ്റർ ഒക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ Xiaomi തന്നെയാണ്. സോ നമ്മൾ പെട്ടെന്ന് എടുക്കുന്നതും ടാബ്ലറ്റ് എടുക്കുന്നതും ശരിക്കും പറഞ്ഞ ഒരു ഗെയിമിങ്ങിന് വേണ്ടിയാണ് മോസ്റ്റ്ലി എല്ലാവരും എടുക്കുന്നത്. അത് വെച്ച് നോക്കുവാണെങ്കിൽ Xiaomi Pad 7 എടുക്കുന്നതായിരിക്കും ഇച്ചിരി ബെറ്റർ. ഇതിന്റെ ഗുണങ്ങളെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സ്റ്റൈലിസ് അതിന്റെ കൂടെ ബണ്ടിൽഡ് ആയിട്ട് കിട്ടുന്നുള്ളതാണ്. പക്ഷെ എന്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ Xiaomi Pad 7 എടുക്കുന്നത് തന്നെ ആയിരിക്കും നമുക്ക് ആ പ്രൈസ് റേഞ്ചിൽ ബെറ്റർ ചിപ്പ് സെറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് അതിന് ശരിക്കും പോകും. ഇതിനാകുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയുവാണെങ്കിൽ എന്താ പറയാ,
സ്റ്റൈലസ്, പിന്നെ ലാർജർ ബാറ്ററി, അതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് വരുന്നത്. അതേസമയം ഷോമിയിലാണ് നമുക്ക് അപ്ഡേറ്റ്സിന്റെ കാര്യത്തിൽ ബെറ്റർ ആണ്. 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ഒക്കെ അതിൽ കിട്ടുന്നുണ്ട്. സോ ഓവറോൾ നമ്മൾ വെച്ച് നോക്കുവാണെങ്കിൽ ആ പ്രൈസ് റേഞ്ചിൽ ഒരു 1000 രൂപ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെറ്റർ ചിപ്സെറ്റ്, ബെറ്റർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ്, ബെറ്റർ ഡിസ്പ്ലേ, അങ്ങനെ കാര്യങ്ങളൊക്കെ ബെറ്റർ ആയിട്ട് എത്തുന്നത് ഷോമി പാഡ് 7 തന്നെയാണ്. അതിലോട്ട് പോകുന്നതായിരിക്കും ഇച്ചിരി ബെറ്റർ. സോ കാച്ചപ്പ് ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ സജഷനും കാര്യങ്ങളൊക്കെ താഴ്ന്ന് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിന്റെ സ്പെക്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്നൊക്കെ താഴ്ന്ന് കമന്റ് ചെയ്യാം. സോ കാച്ചപ്പ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.